ബ്രഹ്മോസ് മിസൈലുകൾക്ക് വേണ്ടി ലോക രാജ്യങ്ങളിൽ ഇപ്പോൾ ഡിമാൻഡ് വർദ്ധിക്കുകയാണ്. പല രാജ്യങ്ങളുമാകട്ടെ ഇപ്പോൾ ബ്രഹ്മോസിനായി പിടിവലി കൂടുന്നുവെന്ന് വലിയൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഒരു പിടിവലി വരാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അതിൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് ബ്രഹ്മോസ് മിസൈലുകൾ നൽകിയ പാകിസ്ഥാന്റെ ആ ഒരു ഭീകര കേന്ദ്രങ്ങൾ അടിച്ച് തരിപ്പണമാക്കാൻ ബ്രഹ്മോസ് മിസൈലുകൾക്ക് സാധിച്ചു എന്നതാണ്. ഇതോടുകൂടി തന്നെ വലിയ രീതിയിൽ ബ്രഹ്മോസ് മിസൈലുകളെ ആശ്രയിച്ചുകൊണ്ട് പല രാജ്യങ്ങളും രംഗത്ത് വന്നിരിക്കുകയാണ്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വളരെ സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നു. എന്നാൽ ഈ ബ്രഹ്മോസ് മിസൈലിന് എങ്ങനെയാണ് ഈ ബ്രഹ്മോസ് എന്ന പേര് വന്നത് എന്നത് വലിയൊരു അതിശയകരമായ കാര്യമാണ്. റഷ്യയുമായി ബ്രഹ്മോസിന് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ എന്നതൊരു ചോദ്യചിഹ്നമാണ്. കാരണം ഇന്ത്യയിലെയും റഷ്യയിലെയും നദികളുടെ പേരുകൾ തമ്മിൽ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ ബ്രഹ്മോസ് എന്ന പേര് ഉരുത്തിരിഞ്ഞു വന്നത്. ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയുടെ പേരും റഷ്യയിലെ മോസ്കാവ് നദിയുടെ പേരും ചേർത്ത് വെച്ച് ഒന്നാക്കിയാണ് ബ്രഹ്മോസ് എന്ന പേര് ഉണ്ടായത്. ഇതോടുകൂടി തന്നെ ഈ പേര് വലിയ രീതിയിൽ ഇപ്പോൾ എല്ലാ രാജ്യങ്ങളിലേക്കും വലിയ രീതിയിൽ എത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ബ്രഹ്മോസിന് 290 കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ പോകാൻ സാധിക്കും. ഇതൊരു സൂപ്പർസോണിക് മിസൈൽ ആണ്. അതുപോലെ അതിനർത്ഥം ഇതിന് ശബ്ദത്തെക്കാൾ വേഗത്തിൽ മൂളിപ്പായാൻ സാധിക്കുമെന്നതാണ്. പക്ഷേ ബ്രഹ്മോസിന്റെ വേഗത മാക് 2.8 ആണ്. അതായത് ശബ്ദത്തെക്കാൾ 3 ഇരട്ടി വേഗത്തിൽ പോയാൽ അത് പാഞ്ഞെത്താൻ സാധിക്കുന്നവയാണ്. ഇന്ത്യയുടെ യുദ്ധ ജെറ്റായ Su-30 MKI എന്ന ഇന്ത്യയുടെ തന്നെ HAL നിർമ്മിച്ചത് സുഖോയി യുദ്ധ ജെറ്റിലാണ് ബ്രഹ്മോസ് മിസൈൽ ഘടിപ്പിക്കുക. ബ്രഹ്മോസ് സാധാരണ ദൂരപരിധിയിൽ നിന്നുകൊണ്ട് തന്നെ ഏറെ ഉയരത്തിൽ പറക്കാറില്ല, താഴ്ന്നാണ് ഇവ പറക്കുന്നത്. അതേപോലെ തന്നെ ഭൂമിയിൽ സ്ഥാപിച്ച റഡാറുകളുടെ കണ്ണ് വെട്ടിക്കാൻ ഇവയ്ക്ക് സാധിക്കുമെന്നതാണ് മറ്റൊരു വസ്തുത. ഈ വിമാനം ഭൂമിക്ക് മുകളിലൂടെ ക്രൂയിസ് ചെയ്യുന്നത് പോലെ പറക്കുന്നതിനാലാണ് ക്രൂയിസ് മിസൈൽ എന്ന് ബ്രഹ്മോസിനെ വിളിക്കുന്നത്. പാകിസ്ഥാന്റെ സൈനിക വിമാനത്താവളം കത്തിച്ച ബ്രഹ്മോസ് പാകിസ്ഥാന്റെ നൂർഖാൻ എന്ന സൈനിക വിമാനത്താവളം ഉൾപ്പെടെ തന്നെ പല സൈനിക വിമാനത്താവളങ്ങളിലും നാശം വിതച്ചുകൊണ്ട് ബ്രഹ്മോസ് മിസൈൽ വലിയ രീതിയിലുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതിനാൽ തന്നെ ബ്രഹ്മോസിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള പിടിവലിയാണ്. അതായത് ഇവർ ക്യൂ നിന്നുകൊണ്ടാണ് ബ്രഹ്മോസ് മിസൈലിന് വേണ്ടി അക്ഷമരായി നിൽക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത. ഒരു ബ്രഹ്മോസ് മിസൈലിന്റെ വിലയാകട്ടെ 34 കോടി മുതൽ തുടങ്ങുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. പാകിസ്ഥാനെതിരെ വൻ വിജയം നേടിയതോടുകൂടി തന്നെ ഈ മിസൈലിന്റെ വില എത്രയോ മടങ്ങായി തന്നെ ഉയർന്നിരിക്കുന്നു എന്നതും ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ്. ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, മലേഷ്യ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നേരത്തെ തന്നെ വാങ്ങാൻ കരാർ ഒപ്പിടുന്നതിന്റെ ആ ഒരു വക്കിലാണ്, അല്ലെങ്കിൽ അവർ ആ ഒരു കരാറിൽ ഒപ്പുവെക്കാനായി തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള സന്നാഹങ്ങൾ ഒരുക്കുന്നു എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. എന്നാൽ പാകിസ്ഥാനിൽ ബ്രഹ്മോസ് വിതച്ച നാശം കണ്ട് ആകൃഷ്ടരായി എത്തുന്നത് ചിലെ, ബ്രസീൽ, അർജന്റീന, വെനസ്വേല, ഈജിപ്ത് എന്നീ രാജ്യങ്ങളാണ്. ഗൾഫ് രാജ്യങ്ങളായ സൗദിയും UAEയും ഖത്തറും ഒമാനും ഒക്കെ തന്നെ ഈ ഒരു ബ്രഹ്മോസിന് വേണ്ടി തന്നെ ഇന്ത്യക്ക് പിന്നാലെ തന്നെ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ വായുവിൽ നിന്നും വായുവിലേക്ക് തൊടുക്കാൻ സാധിക്കുന്നവയാണിവ. 2001 ആദ്യമായി തന്നെ ബ്രഹ്മോസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കരയിൽ നിന്നും കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈൽ ആയിരുന്നു ആദ്യം രൂപകൽപ്പന ചെയ്തത്. 2008 കൂടി തന്നെ യുദ്ധക്കപ്പലുകളിൽ നിന്നും തൊടുക്കുന്ന മിസൈലായി തന്നെ ബ്രഹ്മോസ് മാറുകയും ചെയ്തു. ഇപ്പോൾ യുദ്ധ ജെറ്റുകളിൽ പിടിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ പിടിപ്പിക്കാൻ കഴിയുന്നതോടുകൂടി തന്നെ ആകാശത്തിൽ നിന്നും ആകാശത്തേക്ക് തൊടുക്കാവും കഴിയുന്ന ബ്രഹ്മോസ് മിസൈലുകളാണ് ഇപ്പോഴുള്ളത്. ബ്രഹ്മോസിനെ കൂടുതൽ ദീർഘദൂര ശേഷിയും കൃത്യതയുമുള്ള മിസൈലാക്കി മാറ്റുക വഴി ഒരു ബ്രഹ്മോസ് 2.0 വികസിപ്പിച്ചെടുക്കാൻ ഇന്ത്യക്ക് മുഴുവൻ സഹായവും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഇപ്പോഴത്തെ 290 മുതൽ 400 കിലോമീറ്റർ എന്ന ദൂരത്തിന് പകരം കുറെ കൂടി അകലേക്ക് കൃത്യമായ ലക്ഷ്യം ഭേദിക്കാനാകുന്ന മിസൈലാക്കി തന്നെ ബ്രഹ്മോസിനെ മാറ്റാനാണ് പുതിയ പരീക്ഷണം. ഇപ്പോഴത്തെ 290 മുതൽ 400 കിലോമീറ്റർ എന്ന ദൂരത്തിന് പകരം കുറെ കൂടി അകലേന്ന് കൃത്യമായ ലക്ഷ്യം ഭേദിക്കാവുന്ന മിസൈലാക്കി ബ്രഹ്മോസിനെ മാറ്റുക എന്നതാണ് പുതിയ പരീക്ഷണമായി തന്നെ പറയുന്നത്. 800 കിലോമീറ്റർ ദൂരപരിധിയിലേക്ക് ശത്രു ലക്ഷ്യം അത് ലാക്കാക്കിക്കൊണ്ട് ശബ്ദത്തെക്കാൾ 3 ഇരട്ടി വേഗതയിൽ പായുന്ന ബ്രഹ്മോസ് വികസിപ്പിക്കാനാണ് ലക്ഷ്യം വെക്കുന്നത്. പുതിയ ബ്രഹ്മോസ് ആകട്ടെ ഒരു മേക്ക് ഇൻ ഇന്ത്യ സംരംഭമായിരിക്കുമെന്നും അതിന് സാങ്കേതിക സഹായം റഷ്യ നൽകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.